നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 19 നക്ഷത്രഫലം പറയുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇന്ന് ചില നക്ഷത്രക്കാർക്ക് രാവിലെ സാധാരണ ദിവസമായി തോന്നിയാലും ദിവസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒരു മാറ്റം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പണം, ജോലി, ഒരു മറുപടി അല്ലെങ്കിൽ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു സൂചന ലഭിക്കുന്ന നക്ഷത്രക്കാരുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം മാത്രം കേൾക്കാതെ വീട്ടിൽ ഉള്ളവരുടെയും അടുത്തവരുടെയും നക്ഷത്രം ഒന്ന് ശ്രദ്ധിക്കുക. ചില നക്ഷത്രക്കാർക്ക് ഇന്ന് അവസരം വരും, പക്ഷേ അത് തിരിച്ചറിയുന്നതിലാണ് കാര്യം. ഇനി നോക്കാം. ഓഗസ്റ്റ് 19 അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രക്കാർക്കും എന്താണ് പറയാനുള്ളത്. ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം വരാം. പക്ഷേ കേട്ട ഉടനെ പ്രതികരിക്കുന്നതിന് പകരം കുറച്ച് ആലോചിച്ച ശേഷം സംസാരിക്കുന്നതാണ് നല്ലത്. ജോലിയിൽ ചെറിയൊരു മാറ്റമോ പുതിയ ഉത്തരവാദിത്വമോ ഇന്ന് വരാം. പണം സംബന്ധിച്ച് ഒരു കുടിശ്ശിക ലഭിക്കാനുള്ള പ്രതീക്ഷ ഉള്ളവർക്ക് ആശ്വാസം നൽകുന്ന വാർത്ത ഇന്ന് കേൾക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അത് വലിയ പ്രശ്നമായി മാറില്ല. ഇന്ന് നിങ്ങളുടെ വേഗതയേക്കാൾ വിവേകമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിൽ കിടന്നിരുന്ന ഒരു വിഷയം വീണ്ടും മുന്നിലേക്ക് വരും. നേരത്തെ മാറ്റിവെച്ച ഒരു തീരുമാനം ഇനി എടുക്കേണ്ടി വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവ് ഒഴിവാക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു ബന്ധത്തിലൂടെയോ പരിചയത്തിലൂടെയോ പുതിയൊരു സാധ്യത തുറക്കാം. കുടുംബത്തിൽ നിങ്ങളോട് ഒരാൾ കൂടുതൽ അടുപ്പത്തോടെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഭാരമൊന്ന് കുറയുന്ന അനുഭവം ഇന്ന് ഉണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇന്ന് ജോലിയിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ മേലുദ്യോഗസ്ഥരുടെയോ മറ്റുള്ളവരുടെയോ ശ്രദ്ധ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർ ഒരു ഇടപാടിൽ ചെറിയ താമസം പ്രതീക്ഷിക്കാം. പണം വരാനുള്ള വഴി ഇന്ന് ഉണ്ടെങ്കിലും കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഒരു കാത്തിരിപ്പ് ഉണ്ടാകാം. വീട്ടിൽ മുതിർന്ന ഒരാളുടെ അഭിപ്രായം ഇന്ന് നിങ്ങൾ അവഗണിക്കാതിരിക്കുക. അവർ പറയുന്ന ഒരു ചെറിയ വാക്ക് പോലും പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടാം. അടുത്തത് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സന്ദേശമോ ഫോൺ കോളോ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ഒരു മറുപടിയുമായി അതിന് ബന്ധമുണ്ടാകാം. സാമ്പത്തികമായി ദിവസം ഇന്ന് മെച്ചപ്പെടും. ചെറിയൊരു അധിക വരുമാന സാധ്യത ചിലർക്ക് ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് ഉണ്ടാകും. പ്രത്യേകിച്ച് മനസ്സിൽ ഏറെ നാളായി സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹത്തെക്കുറിച്ച് ഇന്ന് വീണ്ടും ചിന്തിക്കേണ്ടതായി വരാം. അതിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ സമയം കൊടുക്കുക. അടുത്തത് മകയിര നക്ഷത്രം. മകയിര നക്ഷത്രക്കാർക്ക് ഇന്ന് യാത്രയുമായി ബന്ധപ്പെട്ട സംസാരമോ ഉണ്ടാകാം. ജോലിയിൽ പുതിയൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടി വരാം. പണം കൈകാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മാത്രം തീരുമാനമെടുക്കരുത്. രേഖകളിലും ഇടപാടുകളിലും ചെറിയൊരു ശ്രദ്ധ വേണം. ബന്ധങ്ങളിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഇന്ന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തമാശയായി പറഞ്ഞ ഒരു കാര്യം പോലും മറ്റൊരാൾ ഗൗരവമായി എടുക്കാതിരിക്കാൻ ഇന്ന് ശ്രദ്ധിക്കുക. അടുത്തത് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിൽ പല ചിന്തകളും ഒരുമിച്ച് വരാം. പക്ഷേ അതിൽ ഒന്നിന് മാത്രം മുൻഗണന കൊടുത്താൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ജോലിയിൽ നേരത്തെ ചെയ്ത ഒരു പരിശ്രമത്തിന് ഫലം കാണാൻ ഇന്ന് തുടങ്ങും. പണം സംബന്ധിച്ച് ആശ്വാസം ലഭിക്കുന്ന സാഹചര്യം ഇന്ന് ഉണ്ടാകും. വീട്ടിലെ ഒരു വ്യക്തിയുമായി
ഉണ്ടായിരുന്ന അകലം കുറയ്ക്കാനുള്ള സാധ്യത ഇന്നുണ്ട്. ഇന്ന് സംസാരിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ തുറന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രതീക്ഷ കൈവിടേണ്ട ദിവസമല്ല. വൈകിയെങ്കിലും ഒരു കാര്യത്തിൽ മുന്നേറ്റം ഇന്ന് ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ വിവരം ഇന്ന് ലഭിക്കും. ബിസിനസ്സുകാർക്ക് പഴയൊരു ബന്ധം വീണ്ടും ഉപകാരപ്പെടാം. സാമ്പത്തികമായി വലിയ നേട്ടം പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും നഷ്ടം ഒഴിവാക്കാൻ കഴിയുന്ന ദിവസമാണ്. കുടുംബത്തിൽ ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരാം. അടുത്തത് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് ഇന്ന് കുടുംബകാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. വീട്ടിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിങ്ങൾ ഇടപെടേണ്ടി വരും. ജോലിയിൽ അധിക സമ്മർദ്ദം തോന്നിയാലും കാര്യങ്ങൾ കൈവിട്ടുപോകില്ല. പണം സംബന്ധിച്ച് സൂക്ഷിച്ച് നീങ്ങുക. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത വാങ്ങലുകൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആരോഗ്യത്തിൽ ഉറക്കക്കുറവും ക്ഷീണവും അവഗണിക്കരുത്. വിശ്രമത്തിന് സമയം നൽകുക. അടുത്തത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു കാര്യം മനസ്സിലാകും. എല്ലാവരോടും എല്ലാം തുറന്നു പറയേണ്ടതില്ല എന്ന്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവരോട് അധികം പങ്കുവയ്ക്കാതെ സൂക്ഷിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നല്ല അവസരം മുന്നിൽ വരാം. പക്ഷേ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനിക്കുക. കുടുംബത്തിൽ ചെറിയൊരു തെറ്റിദ്ധാരണ ഇന്ന് ഉണ്ടാകാം. നിങ്ങൾ ശാന്തമായി സംസാരിച്ചാൽ അത് ഉടൻ തന്നെ മാറും. അടുത്തത് മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം ഉയരുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന ഒരു കാര്യത്തിൽ തന്നെ മുന്നോട്ടു പോകാനുള്ള ധൈര്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ നിങ്ങളുടെ കഴിവ് ഇന്ന് ശ്രദ്ധിക്കപ്പെടാം. ബിസിനസ്സുകാർക്ക് പുതിയൊരു ബന്ധം ഇന്ന് ഗുണം ചെയ്യും. പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു നേട്ടം ഇന്ന് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ നിങ്ങളുടെ തീരുമാനത്തിന് ഇന്ന് പിന്തുണ ലഭിക്കും. എന്നാൽ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ഇന്ന് ഒഴിവാക്കുക. അടുത്തത് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു പഴയ വിഷമം വീണ്ടും സംസാര വിഷയമാകാം. അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തമായി പറയുക. ജോലിയിൽ ചെറിയ തിരക്ക് ഇന്ന് ഉണ്ടാകും. പണം ലഭിക്കേണ്ട ഒരു കാര്യം വൈകിയാലും പ്രതീക്ഷ കൈവിടേണ്ടതില്ല. ബന്ധങ്ങളിൽ നല്ല മാറ്റം ഇന്ന് കാണാം. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളിൽ നിന്ന് ഇന്ന് ഒരു ആശ്വാസവാക്ക് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്വം കൂടുന്ന ഒരു ദിവസമാണിന്ന്. ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരാം. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന ജോലി പിന്നീട് അംഗീകാരമായി മാറാം. സാമ്പത്തികമായി നിയന്ത്രണം പാലിക്കുക. കുടുംബത്തിൽ മുതിർന്നവരുടെ പിന്തുണ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ഇന്ന് കാര്യങ്ങൾ പതുക്കെ മുന്നോട്ടു പോകും. രാവിലെ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം മാറ്റം കാണാം. ജോലി സംബന്ധമായ ഒരു ഫോൺ കോൾ, സന്ദേശം അല്ലെങ്കിൽ പുതിയ വിവരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസം ഇന്ന് ലഭിക്കും. വീട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരോട് സംസാരിച്ച് ഇന്ന് തീരുമാനം എടുക്കുക. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയൊരു ആശയം മനസ്സിൽ വരും. അത് ജോലി, ബിസിനസ് അല്ലെങ്കിൽ വരുമാനവുമായി ബന്ധപ്പെട്ടതാകാം. ഉടൻ നടപ്പാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണദോഷങ്ങൾ നോക്കുക. പണത്തിൽ നേട്ടത്തിനുള്ള സാധ്യത ഇന്ന് ഉണ്ടെങ്കിലും അതോടൊപ്പം ചെലവും വർദ്ധിക്കാം. ബന്ധങ്ങളിൽ പഴയൊരു വിഷയം വീണ്ടും ഇന്ന് ഉയർത്താതിരിക്കുക. ഇന്ന് മുന്നോട്ട് നോക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണം. അടുത്തത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഇന്ന് മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഒറ്റയ്ക്ക് പരിഹരിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാര്യത്തിൽ ഒരാളുടെ ഇടപെടൽ ഇന്ന് നിങ്ങൾക്ക് സഹായകരമാകും. ജോലിയിൽ നല്ല ഒരു വാർത്ത ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പണം സംബന്ധിച്ച് ചെറിയൊരു പ്രതീക്ഷ ഇന്ന് ഉയരും. യാത്ര ചെയ്യുന്നവർ സമയക്രമത്തിൽ ശ്രദ്ധിക്കുക.
കുടുംബത്തിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭാഷണം ഇന്ന് ഉണ്ടാകും. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ഇന്ന് തീരുമാനങ്ങളുടെ ഒരു ദിവസമാണ്. ഏറെ നാളായി നീട്ടിവെച്ച ഒരു കാര്യത്തിൽ ഇനി അതോ ഇതോ എന്ന് തീരുമാനിക്കേണ്ടി വരാം. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു വഴി ഇന്ന് കാണാം. സാമ്പത്തികമായി വലിയ റിസ്ക് എടുക്കാതിരിക്കുക. ബന്ധങ്ങളിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ വെച്ച് നടക്കാതെ നേരിട്ട് ചോദിച്ച് ഇന്ന് മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു പഴയ പരിചയം വീണ്ടും പ്രയോജനപ്പെടാം. ഒരാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിങ്ങളുടെ അടുത്ത നീക്കത്തിന് സഹായകരമാകും. ജോലിയിൽ മുന്നേറ്റം ഇന്ന് ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് ഒരു പഴയ ഇടപാട് വീണ്ടും ഇന്ന് സജീവമാകാം. വീട്ടിൽ സമാധാനം നിലനിർത്താൻ ചെറിയ കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് ഇന്ന് നല്ലത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്ന് പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വരുമാനം ഉണ്ടെങ്കിലും ചെലവ് കൂടാനുള്ള സാധ്യതയും ഇന്ന് ഉണ്ട്. ജോലിയിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദം ഏറ്റെടുക്കാതെ നിങ്ങളുടെ ഉത്തരവാദിത്വം വ്യക്തമായി ചെയ്യുക. കുടുംബത്തിൽ നിങ്ങളോട് ഒരാൾ ഒരു പ്രധാന കാര്യം പങ്കുവയ്ക്കാം. അത് ശ്രദ്ധയോടെ കേൾക്കുക. അടുത്തത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് ഇന്ന് അപ്രതീക്ഷിതമായൊരു മാറ്റം ഉണ്ടാകാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വിവരം നിങ്ങൾക്ക് ലഭിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു അവസരം സംബന്ധിച്ച സൂചന ഇന്ന് ലഭിക്കാൻ സാധ്യത കാണുന്നു. പണത്തിൽ ചെറിയൊരു നേട്ടം ഇന്ന് ഉണ്ടാകാം. എന്നാൽ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സാമ്പത്തിക പരിധി മറികടക്കരുത്. അടുത്തത് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം തിരികെ കിട്ടുന്ന ഒരു ദിവസമാണ്. അടുത്തിടെ നിങ്ങളെ അലട്ടിയിരുന്ന ഒരു വിഷയം പതുക്കെ ശരിയാകുന്നതായി തോന്നും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വം ഇന്ന് ലഭിച്ചേക്കാം. അത് ആദ്യം ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് ഗുണം ചെയ്യും. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്ന് വരാം. അടുത്തത് ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇന്ന് കഠിനാധ്വാനത്തിന് വില കൂടുന്ന ദിവസമാണ്. നിങ്ങൾ ചെയ്ത ഒരു ജോലി ആരെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. സാമ്പത്തികമായി വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇന്ന് സൂക്ഷിക്കുക. പഴയൊരു കുടിശ്ശിക സംബന്ധിച്ച് വിവരം ഇന്ന് ലഭിക്കാം. ബന്ധങ്ങളിൽ തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ പ്രശ്നങ്ങൾ കുറയും. അടുത്തത് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യം സംഭവിക്കാം. പ്രത്യേകിച്ച് ഏറെ നാളായി കാത്തിരുന്ന ഒരു മറുപടി ലഭിക്കാനുള്ള സാധ്യതയും ഇന്നും ഉണ്ട്. ജോലിയിൽ കാര്യങ്ങൾ ക്രമത്തിലാകുന്ന ദിവസമാണ്. പണം സംബന്ധിച്ച് ചെറിയൊരു നേട്ടം ഇന്ന് ഉണ്ടാകാം. വീട്ടിലെ സമാധാനം നിലനിർത്താൻ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഇന്ന് മാറി നിൽക്കുക. അടുത്തത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ജോലി, ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ അവസരം ഇതിലൂടെ വരാം. പണം വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ചെലവ് ഇന്ന് നിയന്ത്രിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാം. പക്ഷേ അന്തിമ തീരുമാനം നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി എടുക്കുക. വൈകുന്നേരം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം സന്തോഷം നൽകും. അടുത്തത് ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് ഇന്ന് ചില കാര്യങ്ങളിൽ ക്ഷമ പരീക്ഷിക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി ഉടൻ ലഭിക്കാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ജോലിയിൽ ഒരു ചെറിയ തടസ്സം വന്നാലും അത് സ്ഥിരമായ പ്രശ്നമല്ല. സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയൊരു വഴി ഇന്ന് ചിന്തിക്കാവുന്നതാണ്. ബന്ധങ്ങളിൽ പഴയ വേദനകൾ വീണ്ടും ഓർത്തു വിഷമിക്കാതെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക. അടുത്തത് പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിലുള്ള ഒരു ആഗ്രഹത്തിന് അനുകൂല സൂചന ലഭിക്കാം. ജോലി അന്വേഷിക്കുന്നവർ അപേക്ഷകൾ നൽകുന്നതിലും ബന്ധപ്പെടുന്നതിലും മടിക്കരുത്. ബിസിനസ്സുകാർക്ക് പുതിയൊരു അന്വേഷണവും ഇന്ന് വരാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ഇന്ന് ലഭിക്കും. കുടുംബത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പിന്തുണയും ലഭിക്കാൻ ഇന്ന് സാധ്യത ഉണ്ട്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം.
ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് ശാന്തമായി നീങ്ങേണ്ട ഒരു ദിവസമാണ്. കാര്യങ്ങൾ പതുക്കെ നടന്നാലും ഫലം മോശമാകില്ല. ജോലിയിൽ ഒരു പഴയ പ്രശ്നത്തിന് പരിഹാരം ഇന്ന് കണ്ടെത്താൻ സാധിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ അനാവശ്യ കടം ഇന്ന് ഒഴിവാക്കുക. വീട്ടിൽ ഒരാളുടെ ആരോഗ്യവും ക്ഷേമവും സംബന്ധിച്ച് ശ്രദ്ധ നൽകുക. നിങ്ങളുടെ ചെറിയൊരു ഇടപെടൽ പോലും അവർക്ക് ഇന്ന് വലിയ ആശ്വാസമാകും. അടുത്തത് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് ദിവസത്തിൻ്റെ അവസാന ഭാഗമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രാവിലെ പ്രതീക്ഷിക്കാത്തതായി തോന്നിയ ഒരു കാര്യത്തിൽ വൈകുന്നേരത്തോടെ ഒരു നല്ല മാറ്റം കാണാൻ സാധ്യത കാണുന്നു. ജോലിയിൽ പുതിയ വിവരം ഇന്ന് ലഭിക്കാം. പണം സംബന്ധിച്ച് കാത്തിരുന്ന കാര്യം മുന്നോട്ടു പോകാം. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു സംഭാഷണം ഇന്ന് ഉണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം പെട്ടെന്ന് തീരുമാനിക്കാതെ ശരിയായ സമയത്തിനായി കാത്തിരിക്കുക എന്നതാണ്. ഇതാണ് ഓഗസ്റ്റ് 19 27 നക്ഷത്രങ്ങളുടെയും ഫലം. നിങ്ങളുടെ നക്ഷത്രം ഇന്ന് എങ്ങനെയാണെന്ന് കേട്ടല്ലോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഫലം പറയുന്നത് സാധ്യതകളാണ്. നിങ്ങളുടെ പ്രവൃത്തിയും തീരുമാനങ്ങളുമാണ് അതിനെ ഫലത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി നല്ലൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ദൈവവിശ്വാസമുള്ളവർ രാവിലെ മനസ്സിൽ പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുക. കഴിയുമെങ്കിൽ ഒരു ചെറിയ സഹായം മറ്റൊരാൾക്ക് ചെയ്യുക. അതും ഒരു നല്ല ശീലമാണ്. നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ നിങ്ങളുടെ നക്ഷത്രം എഴുതിക്കൊണ്ട് അറിയിക്കൂ. ജ്യോതിർവാണിയുടെ പുതിയ നക്ഷത്രഫലങ്ങളും രാശിഫലങ്ങളും മുടങ്ങാതെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.